അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ നിത്യജീവിതത്തിൽ മുസ്ലിമീങ്ങൾ വ്യാപകമായിട്ട് അറബി പദങ്ങൾ ഒരുപാട് ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട്. സത്യത്തിൽ മലയാളത്തിൽ തന്നെ ഒരുപാട് അറബി പദങ്ങൾ കടന്നുകൂടിയിട്ടുണ്ട്. അതിന് കാരണം പഴയകാലത്ത് അറബികൾ കേരളത്തിലേക്ക് കച്ചവടത്തിന് വന്ന് അവരിൽ നിന്ന് കുറേ പദങ്ങൾ നമ്മൾ കടമെടുത്തു. ബാക്കിയാവുക എന്ന് പറയും നമ്മൾ. ബാക്കി എന്ന അറബി പദത്തിൽ നിന്ന് വന്നതാണത്. തഹ്സീൽദാർ, അങ്ങനെ അദാലത്ത്, അങ്ങനെ ഒരുപാട് പദങ്ങൾ അറബിയിൽ നിന്ന് തന്നെ മലയാളത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. എന്നാൽ നമ്മൾ നമ്മുടെ ഇബാദത്തുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സാധാരണ സംസാരങ്ങളിൽ ഉപയോഗിക്കുന്ന കുറേ അറബി പദങ്ങളുണ്ട്. ഇംഗ്ലീഷിൽ ഒരാൾ പറയണം എൻ്റെ സിറ്റുവേഷൻ ഇപ്പോൾ ശരിയില്ല, എൻ്റെ സിറ്റുവേഷൻ ശരിയില്ല എന്ന് പറഞ്ഞാൽ എന്താ ഇയാൾ ഇങ്ങനെ പറയണത്? സിറ്റുവേഷൻ എന്നല്ല പറയേണ്ടത്, എൻ്റെ സിറ്റുവേഷൻ എന്ന് പറയണത് ഇത് വലിയ തെറ്റാണ്. ആ സമയത്ത് നമ്മൾ അറബിയിൽ ഒരുപാട് പദങ്ങൾ നമ്മളെന്ത് ചെയ്യുന്നുണ്ട്? ഉച്ചാരണം തെറ്റിച്ച് പറയുന്നുണ്ട്, അക്ഷരങ്ങൾ മാറി പറയുന്നതുണ്ട്. കുറേ അത്ര മതിയെന്ന് കരുതിയിട്ട് കുറേ അറിയാത്തതുണ്ട്. വ്യാപകമായിട്ട് ഒന്ന് ഖത്തം ദുആ എന്നൊക്കെ പറയും. ഖത്തുമുൽ ഖുർആനാണ്. ഖുർആൻ ഖത്തുമ് ചെയ്യുക. ഖാ താ മീം താഇന് സുക്കൂന് ഖത്തുമ് എന്നാണ് പറയേണ്ടത്. ഖത്തം എന്നറിയ ആളുകൾ അത് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നൊരു പദമാണ്. വേറൊന്ന്, പിന്നെ ചെറിയ കുട്ടി ഉണ്ടാകുമ്പോൾ, ചെറിയ കുട്ടിയെന്നല്ല, ചെറിയ കുട്ടികളാണ് സാധാരണ നമ്മൾ ഇറക്കാറുള്ളത്, കുട്ടികൾക്ക് വേണ്ടിയുള്ള അറവ്, അതിനെ അക്കീക്കത്ത് എന്നാണ് പറയാം. ചിലർ ഹക്കീക്കത്ത് അറിയും, ചിലർ അക്കീക്കത്ത് എന്നറിയും. അയിന് പുള്ളിയുള്ള ഖാഫ്, 2 പുള്ളിയുള്ള ഖാഫ്, അക്കീക്കത്ത്. ഇതാണ് ആ അറവിന് വേണ്ടി പറയുന്ന പേര്. മറ്റൊന്നുള്ള പള്ളികളിലൊക്കെ ഇപ്പോൾ എടുത്തു പോയിക്കൊണ്ടിരിക്കുന്ന സംവിധാനമാണ് ഉളു ചെയ്യാനുള്ള ടാങ്ക്. അതിന് ഹൗള് എന്നാണ് പറയുക. അത് തെറ്റിയിട്ട് ഹൈള് എന്ന് പറയുന്നതൊക്കെ ഉണ്ട്. പള്ളിക്കത്തെ ഹൈള് എന്ന് പറഞ്ഞ സത്യത്തിൽ മെൻസസ്സാണ്. മെൻസസിനെ ഹൈള് എന്നറിയാം. ഹൗള് എന്നാണ് പള്ളിയിൽ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ആ ടാങ്കിന് പറയുന്നത്. ഉളുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വെള്ളം നിർത്തിയ അതിന് പറയേണ്ട പേര് ഹൗള് എന്നാണ്. ഇപ്പോൾ ഹൗള് ടാപ്പുകൾക്ക് വഴിമാറിയിരിക്കുകയാണ്. ഇപ്പോൾ ടാപ്പുകളെ വ്യാപകമായിട്ടുള്ളത് ഏതാവട്ടെ. മറ്റൊന്ന് മഈഷത്ത്, അതുപോലെ മഅസിയത്തിൻ്റെ മാർഗമല്ലേ എന്ന് പറയും. മഈഷത്ത് ജീവിതം, മഅസിയത്തിന് ദോഷമാണ്. അവൻ്റെ മഈഷത്തിൻ്റെ മാർഗമല്ലേ, അവൻ്റെ ജീവിതോപാധിയല്ലേ. അതിന് മഅസിയത്ത് 2 ആളുകൾ. സത്യത്തിൽ മഈഷത്ത് എന്നാണ് പറയേണ്ടത്. മറ്റൊന്ന് വ്യാപകമായിട്ട് ഖൈർ നൽകട്ടെ, അള്ളാഹു എനിക്ക് ഖൈർ നൽകട്ടെ, ഖൈറും ബർക്കത്തും നൽകട്ടെ എന്നൊക്കെ പറയും. ഖൈർ എന്നാണ് ശരിക്കും ഉച്ചാരണം. ജസാക്കല്ലാഹു ഖൈറ. നമുക്ക് ആരെങ്കിലൊക്കെ എന്തെങ്കിലും ഉപകാരം ചെയ്തു തന്നാൽ ജസാക്കല്ലാഹു ഖൈറ, ശുക്രൻ എന്നല്ല പറയേണ്ടത്. ശുക്രൻ, താങ്ക്സ് ഒക്കെ പറഞ്ഞൊരു തെറ്റല്ല, പക്ഷേ സുന്നത്തുള്ളത് ജസാക്കല്ലാഹു ഖൈറ എന്ന് പറയാല. ഒരാളാണെങ്കിൽ, ഒരാണാണെങ്കിൽ, പെണ്ണാണെങ്കിൽ ജസാക്കില്ലാഹു ഖൈറൻ, കുറേ ആളുകളാണെങ്കിൽ ജസാക്കുമുല്ലാഹു ഖൈറ, 2 ആളാകുമ്പോൾ ജസാക്കുമല്ലാഹു ഖൈറ. ഇതാവട്ടെ ഖൈർ എന്നാണ് ഉച്ചരിക്കേണ്ടത്. മറ്റൊന്ന്, ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ മഹത്തുക്കളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ദിക്ർ ചെല്ലാൻ വേണ്ടി നമുക്ക് സമ്മതം തരുന്നതിന് വ്യാപകമായിട്ട് പിന്നെ ചില മുസ്ലിയാക്കന്മാരും പ്രയോഗിക്കാറുണ്ട്. എനിക്ക് ഇജാസിയത്ത് കിട്ടിയിട്ടുണ്ട്. ഇജാസിയത്തല്ല, ഇജാസത്താണ്. അത് വേണ്ട, അവിടെ ഇജാസത്ത് കിട്ടിയിട്ടുണ്ട്, അങ്ങനെ പറയേണ്ടത്. പിന്നെ വേറൊന്ന്, നമ്മൾ പള്ളിയിൽ ഖുത്തുബ എന്നാൾക്ക് എന്താ പറയുക? ഖുത്തുബ എന്ന, കുത്തുബ അല്ല, ഖത്തീബ്, ഖത്തീബ് എന്നാണ് പറയേണ്ടത്. പിന്നെ മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ. ഇത് നമ്മളെപ്പോഴും കേൾക്കലുണ്ട്. എന്താ അതിൻ്റെ അർത്ഥം എന്ന് പലർക്കും അറിയില്ല. മഗ്ഫിറത്ത് പറഞ്ഞാൽ പാപമോചനം, മർഹമത്ത് പറഞ്ഞാൽ കാരുണ്യം. അല്ലാഹു തആല പാപമോചനവും കാരുണ്യവും ചെയ്യട്ടെ എന്നാണ് മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത്. ഒരാൾ തുമ്മിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാ എന്ന് പറയും. അൽഹംദുലില്ല, അൽഹംദുലില്ല.
അത് കേട്ട് കഴിഞ്ഞാൽ എന്താ പറയേണ്ടത്? കുറേ ആളുകൾ പറയില്ലേ റഹമുക്കുള്ള, റഹമുക്കുള്ളല്ല, റഹമുക്കല്ലാ, റഹമുക്കല്ലാ എന്നാണ് പറയേണ്ടത്. അപ്പോൾ അത് കേട്ടാൾ യഹ്ദീക്കുമുല്ലാഹു വയുസ്ലിഹു ബാലക്കും എന്ന് ദുആ ചെയ്യുകയും വേണം. ബാങ്കിലുണ്ട് ഹയ്യ അലസ്വല, പലവർക്കും അതറിയില്ല. ഹയ്യാല ഹയ്യാല എന്നാണ് തീർക്കും. ഹയ്യാലും കയ്യാല എന്നുള്ളത് ഹയ്യ അല ഐനാണ്. ഹയ്യ ഒരു പദം, അല വേറൊരു പദം. ഹയ്യ അലസ്വലാഹ്, അവസാനം ഹാ, സ്വലാഹ്, ഹാത്തള്ള ആണ്, സ്വലാത്താണ്. സ്വലാത്ത് നിർത്തുമ്പോൾ സ്വലാഹ് എന്നാണ്. അപ്പോൾ ഹയ്യാലൽ ഫലാഹ്, അവിടെ ഹ ആണ്, അവിടെ ഹ അല്ല. ഹയ്യാലൽ ഫലാഹ്, ഹയ്യാലൽ സ്വലാഹ്, സ്വലാഹ് ഹ, ഫലാഹ് ഹ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, മുഹമ്മദർ റസൂലുള്ളാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദർ റസൂലുള്ളാഹ്, അങ്ങനെ പങ്കെടുക്കാറുണ്ട്. മുഹമ്മദർ റസൂലുള്ളാഹ്, റസൂലുള്ളാഹ്, മുഹമ്മദ് റസൂലുള്ളാഹ്. മുഹമ്മദൻ എന്ന തൻവീനും അത് കഴിഞ്ഞ റാവും വരുമ്പോൾ ചേർത്ത് വായിച്ച് റായിന് ഷദ്ദ് വരുന്നതാണത്. മുഹമ്മദർ റസൂലുള്ളാഹ്, അവസാനം അവിടെയൊക്കെ ഹാ വരണം. റസൂലുള്ളാഹ്, ഹയ്യ അലസ് സ്വലാഹ്, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇവിടെയൊക്കെ അവസാനം ഹാ വരികയും വേണം. അല്ലാഹു അക്ബർ എന്നിടത്ത് അള്ളാനെ മണിക്കാൻ പറ്റില്ല, ലാമിനെ മണിക്കുക എന്നുള്ള പരിപാടി ഖുർആനിലില്ലല്ലോ. അപ്പോൾ ചില ആൾ നിസ്കരിക്കുമ്പോൾ അല്ലാഹു, അള്ളാനെ മണിക്കാൻ പറ്റില്ല. ഷദ്ദുള്ള നൂനിനെ, ഷദ്ദുള്ള മീമിനെ, ഇതിനൊക്കെയാണ് സാധാരണ മണിക്കാറുള്ളത്. പിന്നെ നൂനിന് ശേഷം അല്ലെങ്കിൽ തൻവീനിന് ശേഷം നൂന് വാവ് മീമ് യാ എന്നീ അക്ഷരങ്ങൾ വന്നാൽ മീയൗമ ഇതിൻ, മ്യൂവാൽ, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്താണ് മണിക്കാറുള്ളത്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.